بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ വാരാന്ത പഠനവേദിയിലാണുള്ളത്. നാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുവാനും അവിടുത്തെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുവാനും സംഗമിച്ചവരാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് അവിടുത്തെ ഹബീബിനോടുള്ള ഒരു വലിയ ആദരവും സ്നേഹ പ്രകടനവുമായി കബൂൽ ചെയ്യുകയും ഇതുവഴി നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് ബറക്കത്തും നൂറും ഏറ്റിത്തരട്ടെ. മൗലിദുൽ ഹുസ്നൈനിയുടെ 16ാമത്തെ ഹിസ്ബിൻ്റെ ആദ്യ ഹദീസ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 16ാമത്തെ ഹിസ്ബിലെ ആദ്യത്തെ കവിതയാണ് അർത്ഥം പറയാനുള്ളത്. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി അശുദ്ദു റിഹാലി ലിൽ മദീനതി ഫീ ഹദ്വി ബിമദ്ഹി ഹബീബിൻ തഹ്ത ഖുബ്ബതിഹാ യസ്വി വമാ തിൽബതി സൽമാ വലാ അയ്യു ഖിദ്നിഹാ ലിതാഹ ഹവാ ഖൽബി അലാ ത്വയ്ബത്തിൻ ഹൽ അൽവി അശുദ്ദു റിഹാലി നഹവ ലിൽ മദീനതി ഫീ ഹദ്വി ബിമദ്ഹി ഹബീബിൻ തഹ്ത ഖുബ്ബതിഹാ യസ്വി. മദീനയിലേക്ക് പോവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. മദീന എല്ലാ മുഅ്മിനിൻ്റെയും എല്ലാ വിശ്വാസിയുടെയും പ്രത്യാശയാണ്, എല്ലാ വിശ്വാസിയുടെയും അഭിലാഷയാണ് വിശുദ്ധ മദീന. മദീന എല്ലാ വിശ്വാസിയും ശൈശവം മുതൽക്കേ കേൾക്കുന്ന ഒരു മഹനീയ നാടാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും നിലകൊള്ളുന്ന നാടാണെന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോവാനും അവിടെ സിയാറത്ത് ചെയ്യാനും ആ നാടിൽ കാൽ കുത്തുന്നതിലുള്ള ഷറഫ്, പവിത്രത, മഹത്വം അത് കൈവരിക്കാനും എല്ലാ മുഅ്മിനും ആഗ്രഹിക്കുന്നതാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനത്തി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈമാൻ അതായത് വിശ്വാസി മദീനയിലേക്ക് അഭയം പ്രാപിക്കും, മദീനയിൽ നിന്ന് അഭയം തേടും. മദീനയിലാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അഭയമുള്ളത്, പരിഹാരമുള്ളത്. കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹ, സർപ്പം അതിൻ്റെ മാളത്തിലേക്ക് അഭയം തേടുന്നത് പോലെ വലിയ പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് സർപ്പം മാളത്തിൻ്റെ ഉള്ളിൽ ഒളിക്കും, മാളത്തിൽ അഭയം തേടും എന്നതുപോലെ പ്രശ്നസമയങ്ങളിൽ വിശ്വാസികൾ മദീനയെ അഭയമായി കാണുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്ന മുഹിബ്ബീങ്ങൾ അവർ അവിടുത്തെ മൗലിദും സ്വലാത്തും പെരുപ്പിക്കുന്നവരാണ്. സാധാരണ എല്ലാ ദിവസവും മദ്ഹ് ചൊല്ലുന്നവരാണ് യഥാർത്ഥ മുഹിബ്ബീങ്ങൾ. ആ മദ്ഹ് ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും നാം പലപ്പോഴായി പറയാറുണ്ട് മദീന ഓർക്കണമെന്ന്. മദീനയുടെ ചിത്രം മുഹിബ്ബീങ്ങളുടെ ഹൃദയത്തിൽ സ്വലാത്തിൻ്റെ സമയത്ത്, മദ്ഹിൻ്റെ സമയത്ത്, മൗലിദ് പോകുന്ന സമയത്തൊക്കെ മദീനയുടെ ചിത്രം മനസ്സിൽ വരേണ്ടതുണ്ട്. അവിടുത്തെ ഖബർ ഷരീഫിൻ്റെ ചിത്രം മനസ്സിൽ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ഖുബ്ബത്തു ഷരീഫത്തിൻ്റെ ചിത്രം മനസ്സിൽ വരേണ്ടതുണ്ട്. എനിക്ക് ആ മദീന സിയാറത്ത് ചെയ്യണമെന്ന മോഹം, ആ മോഹത്തോടു കൂടെയാണ് നാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യേണ്ടത്, സ്വലാത്ത് ചൊല്ലേണ്ടത്. ആ ഒരു മോഹമാണ് ഈ കവിതയിൽ പറയുന്നത്. അശുദ്ദുരി ഹാലി ലിൽ മദീനത്തി ഫീ ഹദിവി ബിമദ്ഹി ഹബീബിൻ തഹ്ത ഖുബ്ബതിയാ യസ്വി. ഞാൻ ഈ മദ്ഹുകളൊക്കെ പറഞ്ഞു വന്നത് എൻ്റെ ഒരു അഭിലാഷയാണ്. അശുദ്ധു റിഹാലി, ഞാൻ എൻ്റെ വാഹനവുമായി പുറപ്പെടും. ലിൽ മദീന, മദീനയിലേക്ക് ഞാൻ എൻ്റെ വാഹനവുമായി പുറപ്പെടും. ആ വാഹനവുമായി ഞാൻ പുറപ്പെടുമ്പോൾ ആ യാത്രയിൽ എനിക്ക് മന്ത്രിക്കാനുള്ളത്, അല്ലെങ്കിൽ ആ യാത്രയിൽ എനിക്കുള്ള എൻ്റെ ഹോബി ഫി ഹദിവി, ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ ആ യാത്ര ചെയ്യുക. ഞാൻ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ ചുണ്ടിലും പാട്ടുകളുണ്ടാവും. ആ പാട്ടെന്താണ്? ഫി ഹദിവി, ഞാൻ രാഗം പാടിക്കൊണ്ട് ബിമദ്ഹി ഹബീബിൻ തഹ്ത ഖുബ്ബതിഹാ യസ്വി. മദീനയിലെ ഖുബ്ബത്തുൽ മുനവ്വറ, ഖുബ്ബത്തുൽ ഖളറ, ആ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് വസിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മദ്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ, പ്രകീർത്തനങ്ങൾ, ആ കവിതകൾ ചൊല്ലിക്കൊണ്ട് എൻ്റെ യാത്രയിൽ ഉടനീളം ഞാൻ ആ കവിത ചൊല്ലിക്കൊണ്ട് മദീന സിയാറത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനങ്ങനെ സിയാറത്ത് ചെയ്യും, ഞാനങ്ങനെ യാത്ര ചെയ്യും എന്ന് അഭിലാഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മൾ മൗലിദുൽ ഹുസ്നൈനി ആ അഭിലാഷയോടുകൂടെ മൗലിദുൽ ഹുസ്നൈനി നാം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് അല്ലാഹു തആല ആ ഭാഗ്യം പലപ്പോഴായി തന്നു. കഴിഞ്ഞ റജബ് മാസം നാം റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ കയ്യിൽ മൗലിദുൽ ഹുസ്നൈനിയുടെ പ്രിൻ്റഡ് കോപ്പി കൈപ്പിടിച്ച് അതിലുള്ള വരികൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നാം മദീനയിലേക്ക് എത്തിയത്. റൗള ഷരീഫിൻ്റെ അടുത്ത് നാം ബസ് ഇറങ്ങുന്നത് വരെ നാം അവിടുത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലി മനസ്സ് നിറയെ മഹബത്തോടുകൂടെയാണ് നാം മദീനയിലേക്ക് എത്തിയത്. അശുദ്ദു റിഹാലി ലിൽ മദീനത്തി ഫീ ഹദിവി ബിമദ്ഹി ഹബീബിൻ തഹ്ത ഖുബ്ബതിഹാ യസ്വി. മദീനയിലെ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് വസിക്കുന്ന തിരു ഹബീബിൻ്റെ മദ്ഹ് കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് എനിക്കൊരു ദിനം മദീന സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവണം. ആ ആഗ്രഹമാണ് നാം മൗലിദ് ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ മൗലിദ് ഓതുന്നവർക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അതിനുള്ള ഷഫാഅത്ത് ചെയ്യും, പെട്ടെന്ന് മദീനയിലേക്ക് എത്തും. അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. വമാ തുൽബതി സൽമാ വലാ അയ്യു ഖിദ്നിഹാ ലിത്വഹ ഹവാ ഖൽബി അലാ ത്വയ്ബത്തിൻ അൽവി. വമാ തുൽബതി സൽമ, എൻ്റെ ലക്ഷ്യം
ഒരിക്കലും സൽമയല്ല എൻ്റെ ലക്ഷ്യം. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് സയ്യിദുന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സൽമയല്ല, വല അയ്യുഖിദ്നിഹ, സൽമയുടെ കൂട്ടുകാരികളായ ഒരുത്തിയുമല്ല. ലൈലയോ മയ്യയോ ഫാത്തിമയോ ഉമ്മു സലമയോ അങ്ങനെ ഒരുത്തിയുമല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം. അത് സയ്യിദുന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ലിത്വഹ ഹവാ ഖൽബി, ത്വഹ റസൂലുള്ളാഹിയോടാണ് എൻ്റെ മനസ്സിലുള്ള പ്രേമം. അലാ ത്വയ്ബത്തിൻ അൽവി, മദീനയിലേക്ക് പോകുമ്പോഴും മക്കയിലേക്ക് പോകുമ്പോഴൊക്കെ വഴിയോരങ്ങളിൽ ധാരാളം സൽമകളെ കാണാം, ലൈലകളെ കാണാം. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിൽ അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ, കഅബാലയം സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ആ കഅബയും മദീനയും അല്ലാതെ, അതിൻ്റെ സ്രഷ്ടാവായ അല്ലാഹു അസ്സ വജല്ലുമല്ലാതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ നമ്മുടെ മനസ്സിലൊന്നും തട്ടാൻ പാടില്ല. ലിത്വഹ ഹവാ ഖൽബി, ത്വഹ റസൂലുള്ളാഹിയോടാണ് എൻ്റെ പ്രേമം. അലാ ത്വയ്ബത്തിൻ അൽവി, അതുകൊണ്ട് മദീന മാത്രമാണ് എൻ്റെ ലക്ഷ്യം. മദീനയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അലാ ത്വയ്ബത്തിൻ അൽവി, മദീനയിലേക്ക് മാത്രമേ എൻ്റെ ഉൾക്കണ്ണ് തിരിയൂ, മറ്റൊന്നിലേക്ക് എൻ്റെ ഉൾക്കണ്ണ് തിരിയുകയില്ല, ഞാനൊന്നും ശ്രദ്ധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അൽവി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക, ഞാൻ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കില്ല, എൻ്റെ കൽബ് മദീന മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്, മദീനയിലേക്ക് മാത്രമേ ഞാൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ. ബിഹാ ഹത്ത ഖബലി ഔലിയാഉർ റിഹാലഹും ലിഹുബ്ബിൻ നബിയിൽ മുദ്ഹിബിൽ ദംബി ബിൽ മഹവി. ബിഹാ ഹത്ത ഖബലി ഔലിയാഉൻ റിഹാലഹും, മദീന ഷരീഫിൽ എൻ്റെ മുമ്പ് എത്രയോ സ്വാലിഹീങ്ങൾ, ഔലിയാ അവരുടെ വാഹനം അവിടെ ഇറക്കിയിട്ടുണ്ട്. മദീനയിൽ എത്രയോ സ്വാലിഹീങ്ങൾ മദീനയിൽ വാഹനം ഇറക്കിയിട്ടുണ്ട്, അവിടേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ലിഹുബ്ബിൻ നബിയിൽ മുദ്ഹിബിൽ ദംബി ബിൽ മഹവി, എന്തിനാണ് അവർ മദീനയിലേക്ക് പോയത്? ലിഹുബ്ബിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്താൽ. അൽ മുദ്ഹിബിൽ ദംബി ബിൽ മഹവി, പാപങ്ങളെ മായ്ച്ചു കളയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, പാപം പൊറുത്താൽ ശിക്ഷിക്കൂല എന്നേ ഉള്ളൂ, പാപം പൊറുത്താൽ പോരാ, പൊറുക്കപ്പെട്ട പാപം അത് മായ്ക്കുകയും വേണം, ഏട്ടെന്ന് പറ്റേ മായ്ഞ്ഞു പോവണം. അല്ലെങ്കിൽ നാളെ മഹ്ശറിൽ അല്ലാഹു തആല ഏട് തരുന്ന സമയത്ത് പൊറുത്ത പാപ്പാണെങ്കിലും ആ ഏട്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. അത് മനസ്സിന് വേദന ഉണ്ടാവാനും ബേജാറാവാനും അള്ളാഹുവിൻ്റെ മുന്നിൽ വഷളാവാനും അത് കാരണമാവും. അതുകൊണ്ട് പാപം പൊറുത്താൽ പോരാ, പാപം ഏട്ടെന്ന് മായ്ച്ചു കളയണം. അള്ളാഹു തആല ഗാഫിർ എന്ന് അള്ളാഹ്ക്ക് സിഫത്തുണ്ട്, ഗാഫിർ പാപം പൊറുക്കുന്നവൻ, ഗഫാർ, ഗഫൂർ എന്നൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അതിനൊക്കെ അർത്ഥം വല്ലാതെ പാപം പൊറുക്കുന്നവൻ. പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപം മറക്കുക എന്നാണ്. അതേസമയം പാപത്തെ അള്ളാഹു തആല മായ്ക്കും ചെയ്യും, അതിനാണ് അഫുവ് എന്ന് പറയുക. അഫുവ് എന്ന് പറഞ്ഞാൽ പാപം മായ്ച്ച് കളയുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പേര് വെച്ചു മാഹി. റസൂലുള്ളാഹിക്ക് അഫുവ് എന്നും പേരുണ്ട്, അബ്ദുൽ അഫുവ് എന്നും പേരുണ്ട്, അതിൻ്റെ പുറമെ മാഹി എന്ന് പേരുണ്ട്. മാഹി എന്ന് പേര് ഞാൻ എടുത്തു പറയാൻ കാരണം അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനൽ മാഹി, ഞാൻ മാഹിയാണ്. ബുഖാരിയിൽ കാണാം. എന്താ ഞാൻ മാഹിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? യംഹുല്ലാഹു ബി
അദ്ദംബ, എൻ്റെ കാരണത്താൽ അള്ളാഹു ഒരാളുടെ പാപത്തെ മായ്ച്ചു കളയും. റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരാൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ പാപം പറ്റ മായ്ഞ്ഞു പോകും, പാപത്തെ മായ്ച്ചു കളയും. റസൂലുള്ളാഹിനെ ഒരാൾ സിയാറത്ത് ചെയ്താൽ അവൻ്റെ പാപം മായ്ഞ്ഞു പോകും. റസൂലുള്ളാഹിൻ്റെ മൗലിദ് ഒരാൾ ഓതിയാൽ അവൻ്റെ പാപം മാഞ്ഞു പോകും. ലിഹുബ്ബിൻ നബിയിൽ മുദ്ഹിബിദ്ദംബി ബിൽ മഹവി, പാപത്തെ മായ്ച്ചു കളയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച കാരണത്താൽ എത്രയോ ഔലിയാ മദീനയിൽ പോയിട്ടുണ്ട്. അതുപോലെ എനിക്കും വേണം പോവുക. സിറാജും മുനീറും ബൽ മുശിഉം വതഖ്റുജു ഇദാ കല്ലമൽ അൻവാറു മിൻ ഫീഹി ഫിൽ ജവ്വി. സിറാജുൻ മുനീറുൻ, എല്ലാവർക്കും പ്രകാശം നൽകുന്ന, എല്ലാറ്റിനും പ്രകാശം നൽകുന്ന ദീപമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല റസൂലുള്ളാഹിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വിശേഷണമാണ് സിറാജം മുനീറാ. അല്ലാഹ് പറഞ്ഞതാ സിറാജ് എന്ന്. അല്ലാഹു തആല സൂര്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ പറ്റി അല്ലാഹു തആല സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറാജം വഹാജ സൂറത്തു നബയിൽ അല്ലാഹു തആല പറഞ്ഞു, വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദ വജഅൽനാ സിറാജം വഹാജ. ആകാശത്ത് നാം കത്തിജ്വലിക്കുന്ന സിറാജ്, ഒരു ദീപത്തെ നാം സ്ഥാപിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ അതേ പദമാണ് സിറാജ്. ആ പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞപ്പോൾ വെറും സിറാജ് എന്നല്ല പറഞ്ഞത്, വഹാജ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക, പ്രകാശിക്കുക എന്നർത്ഥമുള്ളൂ. അല്ലാഹു പറഞ്ഞത് മുനീറ എന്നാണ് പറഞ്ഞത്. അത് ജ്വലിക്കലല്ല, അത് ജ്വലിപ്പിക്കലാണ്. അപ്പോൾ സ്വയം ജ്വലിച്ചാലേ ജ്വലിപ്പിക്കാൻ കഴിയൂ. സിറാജാണ്, ദീപമാണ്, സ്വയം പ്രകാശമുണ്ട്. അതിൻ്റെ പുറമെ മുനീറ, അത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും മാത്രമല്ല അള്ളാഹുവിൻ്റെ വലിയ പ്രകാശമുള്ള സൃഷ്ടിയായ അർശിനും കുർസിയിനും കലമിനും ലൗഹിനും ഹുജുമാത്തിനും എല്ലാ മേഖലകൾക്കും നൂറ് നൽകുന്ന, പ്രകാശം പരത്തുന്ന വലിയൊരു ദീപമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയൊരു ദീപം വേറെ ഇല്ല. സിറാജും, അതുകൊണ്ട് ആ റസൂലുള്ളാഹി സിറാജും മുനീർ എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ചപ്പോൾ പിന്നെ ആ റസൂലുള്ളാഹിനെ കൊണ്ട് അള്ളാഹുവിന് കൽബ് പ്രകാശിപ്പിക്കാൻ കഴിയും. കൽബിലാണ് നൂറ് വേണ്ടത്. ആ റസൂലുള്ളാഹി കൽബിൽ നൂറാക്കി തരും. ആ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടാൽ, കാരണം അവിടുന്ന് മുനീറാണ്. അപ്പോൾ ആ റസൂലുള്ളാഹിയുടെ നൂറ് കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിക്കണം. അവിടത്തോട് മഹബത്ത് വെച്ചാലും സ്വലാത്ത് ചൊല്ലൽ മഹബത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് കൽബിൽ നൂറുണ്ടാവും. കൽബിൽ നൂറുണ്ടായാൽ ബുദ്ധിയിൽ നൂറുണ്ടാവും, ചിന്തയിൽ നൂറ് വരും, ഗ്രഹണശക്തിയിൽ നൂറ് വരും, മനപ്പാട ശക്തിയിൽ നൂറ് വരും, നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും നൂറ് വരും. അതുകൊണ്ട് നൂറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമുക്ക് ബന്ധം വേണം. അല്ലാഹു തആല നമുക്ക് ആ ബന്ധമുണ്ടാക്കി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വആലിഹി. വലിയ മഹത്വമുള്ളൊരു സ്വലാത്താണ്, നൂറ് അടങ്ങിയിട്ടുള്ള സ്വലാത്ത്. അത് നൂറ് മുഹമ്മദിയെ വിശേഷിപ്പിക്കുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വആലിഹി. നൂറ് അള്ളാഹുവിൻ്റെയും പേരാണ്. അള്ളാഹുവിൻ്റെ പേരായ നൂറ് അള്ളാഹു റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂറായ റസൂലുള്ളാഹി ആ ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ അത് ചൊല്ലുന്ന സമയത്ത് റസൂലുള്ളാഹിനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. റസൂലുള്ളാഹിനെ പല കോലത്തിലും മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങൾ ഔലിയായി അവർ റസൂലുള്ളാഹിനെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഭൂമിയിലുണ്ടായിരുന്ന റസൂലുള്ളാഹിൻ്റെ രൂപമല്ല. അവർ
ഈ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഹഖീഖത്ത് മുഹമ്മദിയത്താവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹഖീഖത്ത് മുഹമ്മദിയത്താവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയത്ത് അത്രയും വലുതാണ്. ആ ഹഖീഖത്ത് മുഹമ്മദിയത്ത് നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ മുന്നിലുണ്ടാവുന്ന അത്രയും വലിയ സിറാണ് ഹഖീഖത്ത് മുഹമ്മദിയത്ത്. അപ്പോൾ സ്വാലിഹീങ്ങൾ മനസ്സ് കൊണ്ടുവരുന്നത് റസൂലുള്ളാഹിനെ പറയുമ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ളത് ഹഖീഖത്ത് മുഹമ്മദിയത്ത്. അവർ സ്വലാത്ത് ചൊല്ലുന്നത് ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ പേരിലാണ് സ്വലാത്ത് ചൊല്ലുന്നത്. നൂറ് മുഹമ്മദീനെ മനസ്സിൽ കൊണ്ടുവന്നിട്ടാണ് അവർ സ്വലാത്ത് ചൊല്ലുന്നത്. അവർ കേവലം മദീന സങ്കല്പിച്ചിട്ടല്ല സ്വലാത്ത് ചൊല്ലുന്നത്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നൂരി വ ആലിഹി, അത് ചെറിയ സ്വലാത്താണ്. ആ സ്വലാത്ത് പെരുപ്പിച്ചാൽ കൽബിന് നൂറുണ്ടാവും. കൽബിന് നൂറ് വന്നാലോ, കൽബിന് നൂറ് വന്നാൽ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. നമുക്ക് ഒരു മുഅ്മിനായി ജീവിക്കാൻ ചെറിയൊരു അവസരം കിട്ടിത്തുടങ്ങും. അങ്ങനെ ഒരു മുഅ്മിനായി ജീവിക്കാൻ നാം തുടങ്ങിയാൽ അള്ളാഹു നമ്മെ തിരിഞ്ഞു നോക്കും. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അപ്പോൾ നമുക്ക് ദുനിയാവിലും സന്തോഷം ഉണ്ടാവും, ആഖിറത്തിലും സന്തോഷം ഉണ്ടാവും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ നൂറ് വല്ലാതെ വിശേഷിപ്പിക്കുന്ന മൗലിദാണ് മൗലിദുൽ ഹുസ്നൈനി. മൗലിദുൽ ഹുസ്നൈനി എന്നുള്ളതിന് വേറൊരു പേരുണ്ട്, മൗലിദുൻ നൂരിൽ മുഹമ്മദി. മൗലിദുൻ നൂറ് എന്നും പേരുണ്ട് ഇതിന്. മൗലിദ് കുറേ പേരുണ്ട്. മൗലിദുൻ നൂരിൽ മുഹമ്മദി, മൗലിദുൻ നൂറ്, മൗലിദുൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ നൂറ് വല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ നൂറ് പറയുന്ന മൗലിദാണ് മൗലിദുൽ ഹുസ്നൈനി. സിറാജും മുനീറും ബൽ മുഷിഉം വതഖറുജു. മൗലിദുൽ ഹുസ്നൈനിൻ്റെ അവസാനത്തെ ബൈത്ത് കണ്ടില്ലേ, തവസ്സുൽ ബൈത്ത്. ആ തവസ്സുൽ ബൈത്തിൽ കണ്ടില്ലേ, തവസ്സൽനാ ഇലൽ അഹദി ബിബിസ്മില്ലാഹി വസ്സനദി ഹബീബിക ഖാസിമിർ റഷദി ബിഅബ്ദിക നൂരികൽ ഹാദി. ബിഅബ്ദിക നൂരികൽ ഹാദി, ഹാദിയായ നിൻ്റെ നൂറായ നബി എന്നാണ് പറയണത്. അപ്പോൾ നൂറുക്കൽ ഹാദി, നൂറുക്കൽ ഹാദി എന്നാണ് തവസ്സുൽ ബൈത്തിലുള്ളത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ നൂറ അതിൻ്റെ അവസാനം പറയണത്, ഇതിൻ്റെ തുടക്കത്തിലും പറയുന്നത് റസൂലുള്ളാഹിൻ്റെ നൂറ. അപ്പോൾ നൂറിൻ്റെ മൗലിദാണിത്. സിറാജും മുനീറുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാറ്റിനും എല്ലാവർക്കും എല്ലാ പ്രകാശങ്ങളും നൽകുന്ന ദീപമാണ്. ആത്മീയ പ്രകാശവും ഭൗതിക പ്രകാശവും എല്ലാ പ്രകാശവും നൽകുന്ന ദീപമാണ്. ബൽ മുഷിഉൻ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി വലിയ ദീപാണെങ്കിൽ, വലിയ വിളക്കാണെങ്കിൽ, പിന്നെ എൻ്റെ മദീനയിൽ രാത്രി എങ്ങനെ ഉണ്ടായി? മദീനയിൽ പിന്നെ രാത്രി ഉണ്ടാകാൻ പാടില്ലല്ലോ, എപ്പോഴും പകലാവണ്ടേ. രാത്രി കൊണ്ട് വലിയ ഉപകാരമുണ്ട്. ശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വജഅൽന ലൈല ലിബാസ വജഅൽന നൗമക്കും സുബാത. രാത്രി നിങ്ങൾക്ക് നാം നിങ്ങളുടെ വസ്ത്രമാക്കി തന്നു. വജഅലൽ ലൈല സകന, രാത്രി നാം നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ, രാത്രി ശാന്തമായി ഉറങ്ങാനുള്ള ടൈമാണ്. വജഅൽന നൗമക്കും സുബാത, രാത്രി നിങ്ങൾക്കുള്ള ഉറക്കം അത് നാം വലിയ റാഹത്തിൽ ആക്കി തന്നു. അപ്പോൾ രാത്രി ഉറങ്ങാൻ, കണ്ണടച്ച് ഉറങ്ങാൻ സഹായിക്കുന്ന അനിവാര്യമാണ് ലൈറ്റില്ലാതെ ഇരുട്ടുണ്ടാവൽ. ഇരുട്ടുണ്ടാവൽ എല്ലാ ചിന്തയിൽ നിന്നും മാറി ശാന്തമായി ഉറങ്ങണം. നമ്മുടെ കണ്ണ് മാത്രം ഉറങ്ങിയാൽ പോരാ, എല്ലാം ഉറങ്ങിപ്പോകണം. എല്ലാം ഉറങ്ങണമെങ്കിൽ
ഇരുട്ട് വേണം. ഇരുട്ട് ആവശ്യമാണ് ഉറങ്ങുന്ന റൂമിൽ. അതിന് അല്ലാഹു തആല രാത്രി കൊണ്ട് പല ഉപകാരമുണ്ട്, പല ഉപകാരമുണ്ട് രാത്രി കൊണ്ട്. വീടില്ലാത്തവർക്ക് എല്ലാവരും കാണുന്ന അങ്ങാടിയിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ വീടില്ലാത്ത ആളുകൾക്കും ഉറങ്ങാൻ പറ്റും. രാത്രി ആയാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഉറങ്ങുന്ന ടൈമിൽ അവരത്ത് മറ്റുള്ളവർ കാണാതിരിക്കാനൊക്കെ ഇരുട്ട് ആവശ്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് കൊണ്ട് ശല്യമാകാൻ പാടില്ല. അതിന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് അല്ലാഹു തആല ആവശ്യാനുസാരം മാത്രമേ അത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അല്ലാഹു തആല പ്രകടാക്കുള്ളൂ. അത്രേ അത് പ്രകടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് രാത്രി അനാവശ്യമായി പ്രകടമാവാതിരുന്നത്. ആവശ്യാനുസാരം നൂറ് റസൂലുള്ളാഹിൻ്റെ ക്ലാസ്സിലിരുന്ന് ശിഷ്യന്മാരായി വീട്ടിൽ പോണ സ്വഹാബത്ത് വരെ ബുഖാരിയിൽ കാണാം. സ്വഹാബികൾ വീട്ടിൽ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാൻ വെളിച്ചമില്ലാത്ത സമയത്ത് രണ്ടാൾക്കും നല്ല വെളിച്ചം വഴിയിൽ അവരെ കൂടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ രണ്ടു പേർക്കും നല്ല വെളിച്ചം വഴിയിൽ കണ്ടു, നൂറ് കിട്ടി. അത് റസൂലുള്ളാഹിൻ്റെ ശിഷ്യന്മാരായ സ്വഹാബത്തിനുണ്ടായ കറാമത്താണ്. റസൂലുള്ളാഹിക്കും അങ്ങനെ ആവശ്യമെങ്കിൽ നൂറ് ലഭിക്കും, നൂറ് പ്രകടമാകും. ബൽ മുഷിഉൻ, ദീപം മാത്രമല്ല, ബൽ മുഷിഉൻ, റസൂലുള്ളാഹിയുടെ പ്രകാശ രശ്മി. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല എന്നാണ് പറയുന്നത്. ബൽ എന്ന് പറഞ്ഞാൽ മുഷിഉൻ, അവിടുത്തെ പ്രകാശരശ്മികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. വതഖ്റുജു ഇദാ കല്ലമൽ അൻവാറു മിൻ ഫീഹി ഫിൽ ജവ്വി, റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ തൻ്റെ ഷറഫാക്കപ്പെട്ട വായയിൽ നിന്ന് വായുവിൽ പ്രകാശരശ്മികൾ പരന്നുകൊണ്ടിരിക്കുന്നു. സ്വഹാബത്ത് പറയാ, റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ വായയിൽ നിന്ന് യഖ്റുജു നൂറു, പ്രകാശം ഇങ്ങനെ പുറപ്പെടും. ഒരു പ്രകാശരശ്മി റസൂലുള്ളാഹിയുടെ വായയിൽ നിന്നിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. റഊഫുൻ റഹീമുൻ ബൽ ഹരീസുൻ അലൈക്കുമു അസീസുൻ അലൈഹി മാ അനിത്തും ബിലാ നജ്വി. റഊഫുൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അനുകമ്പയുള്ള ആളാണ്. റഹീമുൻ, അവിടുന്ന് അലിവുള്ള ആളാണ്. ബൽ ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അള്ളാഹിൻ്റെ ഹബീബിനിക്ക് ഹരീസുൻ അലൈക്കും, നിങ്ങളിൽ വലിയ പ്രതീക്ഷയുള്ള ആളാണ്. നിങ്ങളൊക്കെ നന്നാവണമെന്ന് മോഹിക്കുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി, റസൂലുള്ളാഹിക്ക് വിഷമമാണ്. മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ വിഷമത്തിലാകുന്നത് റസൂലുള്ളാഹിക്ക് വിഷമമാണ്. ബിലാ നജ്വി, നിങ്ങൾക്ക് രക്ഷയില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നത് റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടാണ്. ഇതാര് പറഞ്ഞതാ? ഇത് മൗലൂദ് ഹുസൈനിൻ്റെ വടായല്ല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പറഞ്ഞത് ഫുള്ള്, ഈ വരിയിൽ പറഞ്ഞത് ഫുള്ള് ആ ആയത്തിലുണ്ട്, ആ സൂക്തത്തിലുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി, റസൂലുള്ളാഹിക്ക് വിഷമമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്നത്. അപ്പം അത്രയും സ്നേഹമാണ് നമ്മളോട് റസൂലുള്ളാഹിക്ക്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ മെയിൻറ്റെയിൻ ചെയ്താൽ, നമ്മൾ റസൂലുള്ളാഹിലേക്കൊന്ന് തിരിഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് അത് കേൾക്കുന്നത് വിഷമം. റസൂലുള്ളാഹിനെ ശഫാഅത്ത് ചെയ്യും, അതിന് പരിഹാരം കാണിച്ചു തരും. അതല്ലേ അല്ലാഹു തആലാക്ക് അള്ളാഹ് പറഞ്ഞത്, അമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും റഹ്മത്ത് വിതരണം ചെയ്യാനുള്ള സെൻ്റർ ആക്കിയിട്ട് നബി ഞങ്ങളെ നമ്മൾ നിയോഗിച്ചിരിക്കണേ, നിങ്ങളോട് ആരെങ്കിലും റഹ്മത്ത് വെച്ചാൽ കൊടുത്തോണ്ടി എന്ന് അള്ളാഹ് പറഞ്ഞതാ.
റസൂലുള്ളാഹിക്ക് അനുമതി ഓർഡർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാ റഹ്മത്തും കൊടുക്കാനുള്ള സെൻ്ററാക്കിയിട്ട് അതിൻ്റെ കേന്ദ്രമാക്കി നിങ്ങളെ നാം നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങളോട് ആര് റഹ്മത്ത് ചോദിച്ചാലും അത് കൊടുക്കുകയെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ കേൾപ്പിച്ചതാണ് ഖുർആന്. അപ്പോൾ നമുക്ക് ചോദിക്കാമെന്ന് മനസ്സിലായി. നബി അങ്ങ് തരണേന്ന് നമുക്ക് ചോദിക്കാതെ മനസ്സിലായി. അതുകൊണ്ട് സ്വഹാബത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റസൂലുള്ളാഹിനോടാ ചോദിച്ചിരുന്നത്. നബിയെ എൻ്റെ കണ്ണ് പോയി നബിയെ. ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ണ് പോയപ്പോൾ ഖത്താദ കണ്ണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു കീസിലിട്ട് വെക്കട്ടെ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദ്വാരക്കുക, അതിൻ്റെ ശേഷം പറയാം, ഒരു ഖുർആൻ ഖത്മ ഓതിയാണ്ട് ദ്വാരക്കുക എന്നല്ല ഖത്താദ റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. ഖത്താദ റളിയല്ലാഹു അൻഹു ആ കണ്ണ് നേരെ എടുത്തിട്ട് കണ്ണ് എന്തായി, യുദ്ധത്തിൽ കണ്ണ് താഴെ വീണ് പോയി. താഴെ വീണ കണ്ണ് കോരിയെടുത്ത് ഖത്താദ റളിയല്ലാഹു അൻഹു ഇലാ ഹദറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. അത് റസൂലുള്ള ഡോക്ടറൊന്നുമല്ല, വലിയ ഡോക്ടറാണ് റസൂലുള്ളാഹി. ഇന്നത്തെ കാണുന്ന സാധാരണ നാം മനസ്സിലാക്കുന്ന ഭൗതിക ഡോക്ടറല്ല, ഭൗതിക വഴിയിലൂടെ ചികിത്സ കാണിച്ചു തരുന്ന ഡോക്ടർ അല്ല സയ്യിദുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആ കണ്ണ് കൊണ്ടുപോയി കൊടുക്കുക. ഓപ്പറേഷൻ ചെയ്യാനാ? അല്ല, നാം വിചാരിക്കുന്ന ഓപ്പറേഷൻ അല്ല. കണ്ണ് കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. നബി ആ കണ്ണ് വാങ്ങിയിട്ട് അപ്പം തന്നെ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇവിടെ വെച്ച് കൊടുത്ത് ഒരു വർഷം തടവ്. റസൂലുള്ളാഹിനെ ഉമിനീരാക്കി ഇങ്ങ് തടവി. പിന്നെ ആ കണ്ണിന് മരിക്കുന്നത് വരെ കണ്ണ് രോഗം ചെങ്കണ്ണ് പോലും ഉണ്ടായിട്ടില്ല. നല്ല കാഴ്ചയുള്ള കണ്ണായിരുന്നു. അപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ആ കണ്ണിലേക്ക് കാഴ്ച തിരിച്ചു കൊടുത്തു. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വഹാബത്തിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ. അപസ്മാരമുള്ളൊരു പെണ്ണ്, എപ്പോഴും അപസ്മാരമുണ്ടായി വീഴുന്നൊരു പെണ്ണ് റസൂലുള്ളാഹിയെ സമീപിച്ചു. എന്തേ സമീപിക്കാൻ? എനിക്ക് എന്തെങ്കിലും പച്ചമരുന്ന് പറഞ്ഞു തന്നെ, ഒറ്റമൂലി പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞിട്ടല്ല. നബിയെ, ഞാൻ ഇടയ്ക്കിടെ അപസ്മാരമുണ്ടാകുന്ന പെണ്ണാണ്. ഞാൻ അങ്ങനെ വീഴുമ്പോൾ എൻ്റെ ഔറത്ത് പലരും കാണാൻ ഇടയാകും. അതുകൊണ്ട് എനിക്കിത് സുഖമായി കിട്ടണം. റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണേ, നിനക്ക് അള്ളാഹു വലിയൊരു പരീക്ഷണമായി, ആ പരീക്ഷണത്തിൻ്റെ പിന്നിൽ വലിയ റഹ്മത്ത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊരു നന്മക്ക് തന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് ക്ഷമിക്കല്ലേ നല്ലത്. റസൂലുള്ളാഹിയുടെ വാക്ക് കേട്ടപ്പോൾ ആ സഹോദരി പറഞ്ഞു, നബി എന്ന് ഞാൻ ക്ഷമിച്ചോളാം. അതിൽ സിറുണ്ടെങ്കിൽ, എനിക്ക് വലിയ ഉപകാരം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം. പക്ഷേ ഞാൻ അങ്ങ് വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്ത് കാണാതിരിക്കാൻ അങ്ങ് ദ്വാരക്കണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഔറത്ത് കാണൂല കേട്ടോ. ഭ്രാന്തുള്ളവരെ കൊണ്ടുവന്നില്ലേ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക്? ഭ്രാന്തുള്ള ആളുകൾ കൊണ്ടുവന്നില്ലേ? റസൂലുള്ളാഹി അസുഖപ്പെടുത്തി കൊടുത്തില്ലേ? ദുസ്വഭാവിയായൊരു പെണ്ണ്, വായ തുറന്നാൽ ജനങ്ങളെ ശപിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നൊരു പെണ്ണ്. ആ പെണ്ണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന്, അത് സുഖമാകുമോ? പെട്ടെന്ന് സുഖമാക്കി കൊടുക്കാൻ കഴിയുമോ? അത് ഏത് ഗുളിക ഇനി കൊടുക്കുക ദുസ്വഭാവത്തിന്? ആ പെണ്ണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്പം ആ പെണ്ണിൻ്റെ വായിലിട്ട് കൊടുത്ത്. ആ പെണ്ണത് ചവച്ചിറക്കി. ആ പെണ്ണിന് പിന്നെ ആ കുഴപ്പമുണ്ടായിട്ടില്ല. അവൾ അന്നേരം തന്നെ നല്ല സ്വഭാവമുള്ള പെണ്ണായി. അപ്പം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവുന്നത് അത് അള്ളാഹിൻ്റെ ഹബീബിനിക്ക് വിഷമമാണ്. അള്ളാഹ് പറഞ്ഞതാണത്. അല്ലാഹു തആല പറഞ്ഞതാണ് ഖുർആനിൽ റസൂലുള്ളാഹിനെ പറ്റി. എന്തിനാ നമുക്ക് പറഞ്ഞു തന്നത്? അത് അത്രയും റസൂലുള്ളാഹിക്ക് നമ്മളുമായി സ്നേഹമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട്, റസൂലുള്ളാഹിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹിനോട് നമ്മൾ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ റെക്കമെൻഡ് ചെയ്യും.
അങ്ങനെ നമ്മൾ റസൂലുള്ളാഹിനോട് ഇവിടെ നിന്ന് വിളിച്ച് പറയാം. ഇവിടെ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഈ ആയത്തോതി പറയാം, പഠിച്ചോനെ അള്ളാഹിൻ്റെ ഹബീബായ നബിയെ അങ്ങയെപ്പറ്റി അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, എൻ്റെ ഈ വിഷമത്തിന് അങ്ങ് പരിഹാരം കാണിച്ചു തരണേ എന്ന് അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞാൽ പരിഹാരം കാണിച്ചു തരും. വലിയ വിശ്വാസം വേണം. വഹാബിയാവരുത്. ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നവനാണ്, ഇസ്ലാമിൻ്റെ ഒതുക്കം കന്നുകാണ്ട് ചിന്തിക്കുന്നവനാകരുത്. മനുഷ്യനാവണ ഹമീറായി പോകരുത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ പെട്ടെന്ന് പറയല്ല, കുറച്ച് സ്വലാത്തും മൗലിദൊക്കെ ചൊല്ലണം, സ്വലാത്ത് പെരുപ്പിക്കണം. സ്വലാത്ത് എല്ലാറ്റിനും പരിഹാര, സ്വലാത്തും മൗലിദും എല്ലാറ്റിനും പരിഹാര. ആ പരിഹാരമാണ് പിന്നെ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് കിട്ടാതായി പോയത്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബഷീറുൻ നദീറുൻ ലിൽ അനാമി മുദക്കിറു വഫിയുൻ സഫൂഹുൻ ആമലൻ നാസ ബിൽ അഫ്വി. ബഷീറുൻ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. എന്ത് സന്തോഷ വാർത്ത? ഖിയാമത്ത് നാൾ വരെ വരാൻ ഒരു മുഅ്മിനിക്ക് വരാനുള്ള എല്ലാ സന്തോഷ വാർത്തയും റസൂലുള്ളാഹി പറഞ്ഞു തരും. അതല്ലേ റസൂലുള്ളാഹിയുടെ സന്തോഷ വാർത്ത. റസൂലുള്ളാഹിയുടെ യഥാർത്ഥ സന്തോഷം എന്താണ്? നമുക്ക് ആത്മീയമായ സന്തോഷം, ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശാശ്വതമായ സന്തോഷം, അതാണ് യഥാർത്ഥ സന്തോഷം. ആ സന്തോഷ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ഇന്നാളിന് ചങ്ങായിൻ്റെ മകളെ ഇന്നാളിനാൾ കെട്ടും, ഇന്നാളിന് ചങ്ങായിക്ക് ഇന്നാളിനൊരു പെണ്ണിനെ കിട്ടും, ഇതൊക്കെ സന്തോഷങ്ങൾ. ഈ സന്തോഷമല്ല. അങ്ങനെ എന്തെല്ലാം സന്തോഷം വരാണ്ട്. ഇന്നാളിൻ്റെ നാട്ടിലൊരു നല്ലൊരു പള്ളി വരും, ഇന്നാളിന് ചങ്ങായി വലിയൊരു കാറെടുക്കും, അങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് റസൂലുള്ളാഹി വന്നിരിക്കുന്നത്. ദുനിയാവിൻ്റെ സന്തോഷങ്ങൾ അതൊന്നും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല. അത് അവിടുത്തെ വ്യക്തമായ ഭാഷയിൽ ഒരിക്കലും കാണൂല. അതിനു വേണ്ടി പറഞ്ഞതല്ല. അതല്ല സന്തോഷ വാർത്ത. നദീറുൻ എന്ന് പറഞ്ഞാലോ മുന്നറിയിപ്പ് നൽകുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുന്നറിയിപ്പ് ഏതാ? അതും ഈ പറഞ്ഞ മുന്നറിയിപ്പാണ്. ഏത് മുന്നറിയിപ്പ്? ആഖിറത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ആത്മീയമായി വരുന്ന പ്രശ്നങ്ങൾ, അതാണ് നദീർ എന്ന് പറഞ്ഞതിന് മനസ്സിലാക്കേണ്ട മീനിങ്. ആഖിറത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഖ്യം. ആഖിറം കിട്ടണമെങ്കിൽ ദുനിയാവിൽ കുറച്ച് ജീവിക്കണം. അപ്പോൾ ദുനിയാവിലെ ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ ആരോഗ്യത്തിനും ആഫിയത്തിനും ആവശ്യമായ കാര്യങ്ങളും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചക ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞുതരേണ്ടതില്ല. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ ഷത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ശുദ്ധി, അശുദ്ധമായ വസ്തുക്കളുമായി സ്പർശനമില്ലാതിരിക്കുക. നജസ് എന്ന് ഇസ്ലാം വിധി എഴുതിയില്ലേ? എന്തെല്ലാം വസ്തുക്കൾ, രക്തം, മൂത്രം തുടങ്ങി മ്ലേച്ഛമായ പല വസ്തുക്കളെയും ഇസ്ലാം അത് സ്പർശിക്കാൻ പാടില്ല. നിസ്കാര സമയത്ത് മാത്രമല്ല, അല്ലാതെയും സ്പർശിക്കാൻ പാടില്ല. അനാവശ്യമായി സ്പർശിക്കാൻ പാടില്ല. നജസുള്ള സ്ഥലത്ത് അത് വൃത്തിയാക്കാൻ വേണ്ടി സ്പർശിക്കേണ്ടി വരും എന്നല്ലാതെ അനാവശ്യമായി വസ്ത്രത്തിലാക്കാൻ പാടില്ല, അനാവശ്യമായി ശരീരത്തിലാക്കാൻ പാടില്ല. എന്താ ഇസ്ലാം അങ്ങനെ പറയാൻ കാരണം? അതിൽ പല രോഗാണുക്കളുണ്ടാവും, പല ബാക്ടീരിയകളുണ്ടാവും. ആ ബാക്ടീരിയ നമ്മളെ ശരീരത്തിലേക്ക് കടന്നു ചേർന്നാൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും.
പല അസുഖങ്ങളും ഉണ്ടാവും. പല അസുഖങ്ങൾ ഉണ്ടായാലോ, പല അസുഖങ്ങൾ ഉണ്ടായാൽ ആരാധനകൾ നിർവഹിക്കാൻ കഴിയൂല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, ആരാധനകൾ നമുക്ക് വൃത്തിയായി നിർവഹിക്കണമെങ്കിൽ അതിന് നമുക്ക് ശാരീരികമായും മാനസികമായും നമുക്ക് ആരോഗ്യം വേണം. അതിന് ഹാനികരമായ കാര്യങ്ങൾ, നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വിട്ടു നിൽക്കണമെന്ന് ഖുർആനും പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾക്ക് നാശമുണ്ടാക്കി തരുന്ന വസ്തുക്കളിലേക്ക് വലിച്ചെറിയരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ടാകുന്ന, വിനാശമാകുന്ന കാര്യങ്ങളുമായി നിങ്ങൾ ടച്ച് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് തഹ്ലുക്കത്തി, എന്തൊക്കെയാണോ നാശങ്ങൾ അത് നിങ്ങൾ ചെയ്യരുത്. പഞ്ചസാര നാശമാണോ? വിഷബാധയുള്ള പഞ്ചസാര, ആ പഞ്ചസാര നിങ്ങൾ തുടരുത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പിനെ പറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിഅമൽ ഇദാമു അൽ മിൽഹു, നല്ല കൂട്ടാനാണ്, ഭക്ഷണത്തിലേക്ക് ചേർക്കാൻ പറ്റിയ സാധനമാണ് അൽ മിൽഹു, ഉപ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഭക്ഷണത്തിലേക്ക് കൂട്ടാൻ പറ്റിയ, ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ്. ആ ഉപ്പ് അങ്ങ് കൂട്ടിയാൽ ഭക്ഷണം നല്ല ഭക്ഷണമായി. അപ്പോൾ ഉപ്പിനെ പറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഉപ്പ് അങ്ങ് എമ്പാടും വാരി തിന്നതാണോ? അല്ല, ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം. എന്നാൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ഉപ്പ് വരുന്നത്. ഇപ്പം കിട്ടുന്ന ഉപ്പ്, ഇന്ന് കിട്ടുന്ന ഉപ്പിൽ രാസവസ്തുക്കൾ ചേർത്ത് നല്ല കളറ് നൽകിയ ഉപ്പാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഉപ്പ്. അത് വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക എന്ന് നേരത്തെ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. ആ പറഞ്ഞ ആ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഉപ്പ് തിന്നുന്നത് നല്ലതല്ല എന്നതുപോലെ. ചതിക്കരുത്, ആരെയും ചതിക്കരുത്. ഭക്ഷണ സാധനങ്ങളിലോ മറ്റൊരു വസ്തുക്കളിലും മായം ചേർക്കരുത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ നമ്മെ ലോകത്തെ പഠിപ്പിച്ചു തന്നതാണ്. അതിൽപ്പെട്ടതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഭൗതിക ലോകത്ത് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ച പല കണ്ടുപിടുത്തങ്ങൾ, ഇന്നത്തെ ലോകത്ത് ശാസ്ത്രം കണ്ടുപിടിച്ചതൊക്കെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ്. പക്ഷേ അതിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പിടിച്ചതാണെങ്കിലും അവ പലപ്പോഴും നമുക്ക് ശല്യമായി, ബുദ്ധിമുട്ടായി വരാറുണ്ട്. ഉദാഹരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ. പ്ലാസ്റ്റിക് കൊണ്ട് വലിയ ഉപകാരമല്ലേ. പ്ലാസ്റ്റിക് ശാസ്ത്രം കണ്ടുപിടിക്കലോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വസ്തുക്കളിലാണ് പ്ലാസ്റ്റിക് ഉള്ളത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കൽ ഹറാമാ, അങ്ങനെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തലാണ്. പ്ലാസ്റ്റിക് തൊട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ. നമ്മുടെ വണ്ടിയും നമ്മുടെ വീട്ടിൽ എത്രയാണ് പ്ലാസ്റ്റിക്കുകൾ ഉള്ളത്. പക്ഷേ പ്ലാസ്റ്റിക്കുകളെ അമിതമായി, അനാവശ്യമായി പ്ലാസ്റ്റിക്കുകൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അമിതമായ ഉപയോഗം, അനാവശ്യമായ ഉപയോഗം, ശ്രദ്ധയോടെ മാത്രമേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാവൂ. അതുപോലെ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക എന്ന് പറഞ്ഞതിൽപ്പെട്ടു. നിങ്ങൾ വിനാശങ്ങളിലേക്ക് നിങ്ങൾ കരങ്ങളെ വലിച്ചെറിയരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പെട്ടു. എന്നല്ലാതെ പ്ലാസ്റ്റിക് മൊത്തം നിരോധിക്കേണ്ടതാണ്, തൊട്ടു പോകാൻ പാടില്ലാത്തതാണ് മുസ്ലിങ്ങൾ എന്ന് ഒരിക്കലും പ്രവാചകർ പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, യഹ്സുറുൽ ഫുറാത്തു അൻ ജബലിൻ മിന ദഹബി ഫമൻ ഹളറഹു ഫലാ യഖുദു മിന്നു ഷൈആ. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം അകന്നുപോയി, വറ്റിപ്പോയി, അതിൽ ഒരു സ്വർണത്തിൻ്റെ മല തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ്.
ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്തുള്ള അടയാളം, ദജ്ജാലും ഇമാം മഹ്ദിയൊക്കെ വരുന്ന സമയത്തുള്ള അടയാളമായിട്ട് ഇമാമിങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞ സംഭവമാണത്. യഹ്സുറുൽ ഫുറാത്തു അൻ ജബലിൻ മിന ദഹബി. ആ ജബലുൻ മിന ദഹബ് എന്ന് പറഞ്ഞാൽ അത് പെട്രോളാണോ, പെട്രോളിയമാണോ? അത് പെട്രോളിയമാണെന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം അത് പെട്രോളാണ് അല്ലെങ്കിൽ പെട്രോളിയമാണെന്ന് പറഞ്ഞാൽ പെട്രോൾ പല ഭാഗത്തുനിന്നും, അത് യൂഫ്രട്ടീസിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്നില്ലേ എന്നതല്ല പ്രശ്നം. മറിച്ച് യഖ്തതിലുന്നാസു അലൈഹി, റസൂലുള്ളാഹി പറയാ, ആ സ്വർണ്ണമല പ്രത്യക്ഷപ്പെട്ടാൽ ജനങ്ങൾ അതിൻ്റെ പേരിൽ വലിയ യുദ്ധം ചെയ്യും. എല്ലാ 100-ൽ നിന്നും 99 പേരും മരിക്കും, ഒരു വ്യക്തി അതിൽ നിന്ന് ബാക്കിയാവൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെന്ന്. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഫമൻ ഹളറ, ആരെങ്കിലും അവിടെ ഹാജരായാൽ ഫലാ യഖുദു മിൻഹു ഷൈആ, അതിൽ നിന്നൊന്നും തൊട്ടു പോകരുത്, എടുത്തു പോകരുത്. അതൊരു ഫിത്നയുടെ അടയാളമാണ്. അത് ഹറാമല്ല. അപ്പോൾ തൊട്ടുപോകരുത്, റസൂലുള്ളാഹി തൊട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ഒരാളും അത് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് തൊടൽ ഹറാമാ, പെട്രോളിൻ്റെ വണ്ടി ഓടിക്കൽ ഹറാമാ, ഡീസലിൻ്റെ വണ്ടി ഓടിക്കൽ ഹറാമാ. പെട്രോളുകൊണ്ടും ഡീസലും കൊണ്ടല്ലേ നമ്മളെ മോട്ടോറുകളൊക്കെ വർക്ക് ചെയ്യണത്. ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് പെട്രോൾ കൊണ്ടല്ലേ. പലപ്പോഴും കറണ്ട് ഉണ്ടാക്കുന്നതും പെട്രോൾ കൊണ്ടാണ്. അപ്പോൾ പെട്രോളിയവും ഡീസൽ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, പെട്രോൾ ഉൽപ്പന്നങ്ങൾ ധാരാളമാണ് ഇന്നത്തെ ലോകത്ത്. അതൊരിക്കലും അരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ് വലിയ അബദ്ധം. അത് ആലങ്കാരിക പ്രയോഗമായി നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് അതിനെപ്പറ്റിയല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നദീർ എന്ന് പറഞ്ഞത് പെട്രോൾ എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകളി എന്നല്ല. ബഷീറുൻ നദീറുൽ ലിൽ അനാമി മുദക്കിറൂ, എല്ലാ സൃഷ്ടികൾക്കും മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഖിറത്തിൽ വരാനിരിക്കുന്നതും നമ്മെ സാക്ഷാൽ പ്രശ്നങ്ങൾ, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്, അതിനെപ്പറ്റൊക്കെ അള്ളാഹിൻ്റെ ഹബീബ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലിൽ അനാമി മുദക്കിറു, സൃഷ്ടികളൊക്കെ വേണ്ടതെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫിയുൻ, അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുകൾ, അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ്. സഫൂഹുൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. ആമലന്നാസ ബിൽ അഫ്വി, ജനങ്ങളോടൊക്കെ നല്ല വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പെരുമാറുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഉദാഹരണങ്ങൾ പലപ്പോഴായി നാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. ഖനൂഉൻ ശകൂറുൻ ലിൽ ഇലാഹി മുദാവിമ വഖവ്വാമു ലൈലിൻ ഫീ സിയാമിൻ വഫീ ഗസ്വി. ഖനൂഉൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ജീവിതം അങ്ങനെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ ആയിഷ ബീബിൻ്റെയും മറ്റു ഭാര്യമാരുടെയും വീട്. ഞങ്ങളെ വീട്ടിൽ തുടരെയായി 2 ദിവസം ഭക്ഷണം കഴിക്കാൻ, തുടരെയായി 2 ദിവസം ഞങ്ങൾ തീ കത്തിക്കാറില്ല. ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കില്ല. ഭക്ഷണത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. എത്രയോ സംഭവങ്ങൾ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയാനുള്ളതുണ്ട്. വിശപ്പ് കൊണ്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
പുറത്തിറങ്ങിയ സംഭവങ്ങൾ ഒക്കെ ഉണ്ട്, ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ലളിതമായ ജീവിതമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ജീവിതം. ഷക്കൂറുൻ ലില്ലാഹി, അള്ളാഹുവിന് വലിയ നന്ദിയുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുമ്പോൾ അല്പം ഉറങ്ങി എണീറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണിക്കൂറുകൾ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ നിങ്ങൾ എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നിങ്ങൾക്ക് തെറ്റൊന്നുമില്ലെങ്കിലും നിങ്ങൾ തെറ്റുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്ന തെറ്റുകൾ വരെ, നിങ്ങൾ ധരിക്കുന്നത് വരെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അല്ലാഹു തആല നിങ്ങളെ സന്തോഷിപ്പിച്ചതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി കൊടുത്തത് അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എനിക്ക് ആർക്കും കൊടുക്കാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് തന്നത്. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാൽ നിങ്ങളെല്ലാ കാര്യങ്ങളും, നിങ്ങളെ വാക്കും പ്രവൃത്തി ചലനങ്ങളൊക്കെ എനിക്ക് വലിയ തൃപ്തിയാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ. നിങ്ങൾക്കൊന്നും ഒരു പാപവും നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ അത്ര വലിയൊരു വാക്ക് അള്ളാഹു ആരോടും പറയാത്തതാണ്. ഈസാ നബി വരെ, ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരൊക്കെ ബേജാറാവും മഹ്ശറിൽ. അതിൽ ഉലുൽ അസ്മ് അവരെ ബേജാറാണ് ബുഖാരിയിൽ പറഞ്ഞത്. ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കന്മാരെ ബേജാറാണ് ബുഖാരിയിൽ പറഞ്ഞ ഹദീസിലുള്ളത്. ഉലുൽ അസ്മ് പറഞ്ഞാൽ മുർസലി അമ്പിയാ മുർസലീങ്ങളെ 1,24,000 അമ്പിയാ മുർസലീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മേധാവികളാണ് ഉലുൽ അസ്മ്. അവരെന്നെ നഫ്സിയെ ബേജാറാകുമെന്ന് പറയുമ്പോൾ അവരെ താഴെയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് മാത്രം മഹ്ശറിൽ ബേജാറില്ലാത്ത, ആ ബേജാറില്ലാത്ത എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിനോട് മാത്രമേ അല്ലാഹ് ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ, നബിയെ നിങ്ങളെ വാക്കും പ്രവൃത്തിയും ചലനങ്ങൾ മുഴുവൻ എനിക്ക് തൃപ്തിയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി കൊടുത്ത മറുപടി, ഞാൻ അല്ലാഹു തആലാക്ക് അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ആളാവേണ്ടേ എന്ന് പറഞ്ഞ് ആയിഷ ബീവിനോട് ചോദിച്ചു. നന്ദി ചെയ്യുന്ന അടിമയാവേണ്ടേ? ലില്ലാഹി മുദാവിമ, പതിവായി നന്ദി ചെയ്യുന്നവരാണ്. ഖവ്വാമു ലൈലിൻ, രാത്രി നിന്ന് നിസ്കരിക്കുന്നവരുമാണ്. ഫീ സുയാമിൻ, നോമ്പിലായിക്കൊണ്ട്, പകൽ നോമ്പ് പിടിച്ചുകൊണ്ട്. വഫീ ഗസ്വി, യുദ്ധത്തിന് പോയിക്കൊണ്ടും ശത്രുക്കളോട് സമരത്തിലേർപ്പെട്ടുകൊണ്ടും. സകിയുൻ സഫാ മിന്നുൽ ഖരീനുൽ മുലഖിനു വലം യദുനു മിൻ ഹൂബിൻ ബിഅംദിൻ വലാ സഹവി. സകിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശുദ്ധരാണ്. സഫാ മിന്നുൽ ഖരീനുൽ മുലഖിനു, എപ്പോഴും ഇങ്ങനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാച്ച് എല്ലാവരുടെ കൂടെയുമുണ്ട്. ഖരീന് എന്നാ പിശാച്ചിന് പറയാം. എല്ലാവരും കൂടെ ഓരോരുത്തരും പ്രസവിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹു തആല ഒരു പിശാച്ചിനെ സൃഷ്ടിക്കുന്നുണ്ട്. ആ പിശാച്ച് അവനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ കൂടെ അവന് ഉത്ബോധനം നടത്താൻ, നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ ഒരു മലക്കിനെയും കൂടെ പടക്കുന്നുണ്ട് അള്ളാഹു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടിയുണ്ടത്. ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വഹാബത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിൻ്റെ സംശയം, നബിയെ നിങ്ങളെ കൂടിയുണ്ടോ ആ പിശാച്ച്, അങ്ങനെ ദുർബോധനം നടത്തുന്ന ഒരു പിശാച്ച്? റസൂലുള്ളാഹി പറഞ്ഞു, അതെ എൻ്റെ കൂടെയും ഉണ്ട് അങ്ങനെ ഒരു പിശാച്ച്. പക്ഷേ ഇല്ല അന്ന ശൈത്വാനീ ഖദ് അസ്ലമ, പക്ഷെ എൻ്റെ ശൈത്വാന് മുസ്ലിമായി. സഫാ മിന്നു, നബി തങ്ങളുടെ വിശുദ്ധിയുടെ കാരണത്താൽ വിശുദ്ധനായിപ്പോയി. അൽ ഖരീനുൽ മുലഖിനു, ദുർബോധനം നടത്തൽ പതിവുള്ള പിശാച്ച് പോലും റസൂലുള്ളാഹിനെ കൊണ്ട് നന്നായിപ്പോയി. വലം യദുനു മിൻ ഹൂബിൻ ബിഅംദിൻ വലാ സഹ്വി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിനോട് അടുത്തു പോയിട്ടില്ല. വലം യദുനു മിൻ ഹൂബിൻ, തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, തെറ്റിനോട് അടുക്കുക വരെ ചെയ്തിട്ടില്ല. ബിഅംദിൻ, മനഃപൂർവ്വം റസൂലുള്ളാഹി തെറ്റ് ചെയ്തിട്ടില്ല. വലാ സഹവി, മറന്നും റസൂലുള്ളാഹി തെറ്റ് ചെയ്തിട്ടില്ല. പ്രവാചകത്വത്തിൻ്റെ മുമ്പും തെറ്റ് ചെയ്തിട്ടില്ല, പ്രവാചകത്വത്തിൻ്റെ ശേഷവും തെറ്റ് ചെയ്തിട്ടില്ല. പ്രവാചകത്വത്തിൻ്റെ മുമ്പ് തീരെ തെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ റസൂലുള്ളാഹിക്ക്. പ്രവാചകത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പഠിച്ച്, നൂറ് മുഹമ്മദിനെ ഹഖീഖത്ത് മുഹമ്മദിയത്തിന് അള്ളാഹു പഠിച്ചപ്പോൾ അള്ളാഹു മാത്ര, അള്ളി റസൂല് മാത്ര. അന്നേരം തെറ്റയിലെങ്ങനെ? അന്നേരം അള്ളാഹു താലാനെ പറ്റി അള്ളാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക റസൂലുള്ളാഹിക്ക്, വേറെ ആരുമില്ല. അന്നേരം അവിടെ എന്ത് തെറ്റാ? അപ്പോൾ ആ നുബുവത്തിൻ്റെ മുമ്പ് തെറ്റ് എന്തായാലും റസൂലുള്ളാഹിനെ പറ്റി സങ്കല്പിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ശേഷം അള്ളാഹു താല മലക്കുകളെ പഠിച്ചപ്പോൾ ആ മലക്കുകളെ പഠിക്കുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹിനെ അള്ളാഹു റസൂലും നബിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്യാൻ? മലക്കുകളെ വരെ ഉപദേശിക്കാനുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളൊരു തെറ്റും ചെയ്യാത്തതല്ല, പിന്നെ റസൂൽ അങ്ങനെ തെറ്റ് ചെയ്യല്. മദല്ലുംറു യാ നൂറൽ വുജൂദി മുളയ്യ ഫദാരിക് ഗുലാമൻ സല്ല ബിൽ ഇസ്മി വല്ലഹവി. റസൂലുള്ളാഹിനോട് പറയാ മൗലൂദ് ഓതിയിട്ട്, മദൽ ഉംറു യാ നബിയേ, എൻ്റെ വയസ്സെല്ലാം പാഴായിപ്പോയി. യാ നൂറൽ വുജൂദി, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമായ നബിയെ, എൻ്റെ വയസ്സെല്ലാം മുളയ്യ, എൻ്റെ വയസ്സ് പാഴായിപ്പോയി, അത് ഉപകാരപ്പെടാത്ത അശ്രദ്ധയിലും വേണ്ടാത്തരങ്ങളിലുമായി ഞാൻ ചെലവാക്കിപ്പോയി. ഫദാരിക് ഗുലാമൻ, നബിയെ ഈ കുട്ടിയെ, അവിടുത്തെ അടിമയായ ഈ കുട്ടിയെ അങ്ങ്, ദാരിക് ഗുലാമൻ, അടിമയായ ഈ കുട്ടിയെ നബിയെ അങ്ങ് ഏറ്റെടുക്കണമേ, പിടിക്കണമേ, കൈപ്പിടിക്കണമേ. സല്ല ബിൽ ഇസ്മി, കുറ്റകൃത്യങ്ങളെ കൊണ്ട് അവൻ വഴി തെറ്റിയിരിക്കുന്നു, വഴി തെറ്റിയിരിക്കുന്നു. വല്ലഹ്വി, അശ്രദ്ധകളെ കൊണ്ടും. റജാഇ ഇദാമൽ ഖൽഖു ലിൽ ഹശ്രി യുബ്അസു മദിഹു ഹബീബില്ലാഹി മൽ മദ്ഹു ബില്ലഗ്വി. അവസാനം പറയാണ്, റജാഇ, എൻ്റെ പ്രതീക്ഷ, ഇദാമൽ ഖൽഖു ലിൽ ഹശ്രി യുബ്അസു, സൃഷ്ടികളൊക്കെ ജന്മത്തിന് ശേഷം സൃഷ്ടികളൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, മഹ്ശറിൽ രക്ഷപ്പെടാനുള്ള പ്രതീക്ഷ, മദീഹു ഹബീബില്ലാഹ്, അള്ളാൻ്റെ ഹബീബിൻ്റെ മദ്ഹാണ് എൻ്റെ പ്രതീക്ഷ. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകാൻ കാരണം? അത് അള്ളാഹു തആല പറഞ്ഞതല്ലേ, അതാ വലിയ പ്രതീക്ഷ. എന്തുകൊണ്ട്? അള്ളാഹുവും മലായിക്കത്തും റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും മദ്ഹ് ചെയ്യുന്ന അള്ളാഹു തആല പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കുക, വലിയ പ്രതീക്ഷ നൽകുന്നൊരു ആരാധനയാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവും മലായിക്കത്തും മദ്ഹ് പറയുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും മദ്ഹ് പറയണേ റസൂലുള്ളാഹിനെ എന്ന് അള്ളാഹ് ആ ഒരു ഭാഷ ഉപയോഗിച്ച് അള്ളാഹ് പറയുമ്പോൾ, അല്ല സാധാരണ അള്ളാഹിനെയും മലായിക്കത്തിനൊന്നും പറയില്ലല്ലോ, നേരെ അള്ളാഹ് പറയല്ലോ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അങ്ങനെ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ നോമ്പൊൽക്കണം. ഇത് പറഞ്ഞ ഭാഷ നെട്ടേണ്ട ഭാഷയാണ്. അള്ളാഹുവും മലായിക്കത്തും മദ്ഹ് ചെയ്യുന്നുണ്ട് റസൂലുള്ളാഹിനെ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യണേ എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ ചില്ലറ ഭാഷ അല്ല, ബുദ്ധിയുള്ളവർക്ക് ആ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കുക, കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു ആരാധന അള്ളാഹു കബൂൽ ചെയ്യുമെന്ന് കൂടുതൽ പ്രതീക്ഷയുള്ള ആരാധന അത് സ്വലാത്താണ്, മദ്ഹാണ്. അതുകൊണ്ടല്ലേ റിയാഓടുകൂടെ സ്വലാത്ത് ചൊല്ലിയാലും മദ്ഹ് ചൊല്ലിയാലും അത് കബൂൽ ചെയ്യുമെന്ന് ചിലരെങ്കിലും പറഞ്ഞത്. റിയാ ഉപകരിക്കുന്ന ഒരു ആരാധനയില്ല എന്നാ, സ്വലാത്തിൽ മാത്രം ഉപകരിക്കുമെന്ന് ചിലർക്കെങ്കിലും അഭിപ്രായമുണ്ട്. അത് വിചാരിച്ച് നാളെ മുതൽക്ക് ഇനി റിയാഓട് കൂടെയുള്ള മൗലിദും സ്വലാത്തും തുടങ്ങണ്ട. കാരണം ഇമാം ഗസാലി അടക്കമുള്ള പ്രഗത്ഭരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് റിയാ വൻ കുറ്റമാണ്,
സ്വലാത്ത് റിയാവോടുകൂടെ ചൊല്ലിയാലും ആ സ്വലാത്ത് കബൂലാക്കൂല എന്ന്. അതിൻ്റെ അർത്ഥം ഗസാലി ഇമാമ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു തആല സ്വലാത്ത് കബൂലാക്കൂല എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപകാരം ഉണ്ടാകുന്ന രൂപത്തിൽ കബൂലാക്കൂല. റസൂലുള്ളാഹിക്ക് ആ സ്വലാത്ത് കൊണ്ട് അള്ളാഹു തആല കബൂലാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് ഉപകാരം നൽകും. റിയാവോടുകൂടെ ചൊല്ലിയാലും ആ സ്വലാത്തോട് എനിക്ക് ഉപകാരം ഉണ്ടാവില്ല എന്ന് ഗസാലി ഇമാം പറഞ്ഞു. അപ്പോൾ റിയാ വേണ്ട, റിയാ വേണ്ട, ലോകമാന്യം വേണ്ട. നല്ല മനസ്സോടെ നമുക്ക് കൂടുതൽ മദ്ഹുകളും സ്വലാത്തുകളും ചൊല്ലാം. അതുകൊണ്ട് എൻ്റെ മഹ്ശറിലുള്ള എൻ്റെ പ്രതീക്ഷ റസൂലുള്ളാഹിൻ്റെ മദ്ഹാണ്. മൽ മദ്ഹു ബില്ലഗ്വി, റസൂലുള്ളാഹിൻ്റെ പ്രകീർത്തനം, മദ്ഹ്, മൗലിദ് അത് ഒരിക്കലും അത് നിരർത്ഥകമല്ല, അത് അനാവശ്യമല്ല, അത് ഉപകാരപ്പെടാത്ത കാര്യമല്ല. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.